പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ മക്കള് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന നിന്റെ വിശുദ്ധമായ തിരുരക്തത്താലും നീ ജീവൻ ചൊരിഞ്ഞ് നേടിയ നിന്റെ മക്കളെ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കളെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന കർത്താവേ, അവരെല്ലാവരും എന്ത് ഉണർവോടും ഉന്മേഷത്തോടുകൂടിയാണ് കർത്താവേ ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ എഴുന്നേൽക്കുന്നത്. അതിലോട് നിൽക്കുന്നവർ ഇപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കുളിച്ചൊരുങ്ങി നിൽക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കർത്താവേ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വരുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിരിയുന്ന ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാഭിഷേകങ്ങളോട് കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കർത്താവ് നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു. കർത്താവ് നിന്റെ നാമത്തെ അറിയാൻ ഇടയാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കരുണ മാത്രം അർഹിക്കുന്ന മക്കള്, അങ്ങയുടെ കരുണ ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കാൻ ആരുമില്ല, നല്ല ഉപദേശം തരാൻ ആരുമില്ല. ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ എല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്ന് പറഞ്ഞ വചനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളവരെ ആശീർവദിക്കുന്നു. പക്ഷേ കർത്താവേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് നീ അറിയണമേ ഈശോയെ. ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ, പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ. കർത്താവേ,
നിൻ്റെ നാമത്തിൽ നിൻ്റെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥയെ തന്നതിന് നന്ദി പറയുന്നു. അമ്മയെ ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹവാത്സല്യം അനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും ആവശ്യിക്കട്ടെ. കർത്താവ്, പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട്. ജീവിതം നീന്തി തളരുന്നത് പോലെ, എന്നിട്ടും മറുകര കാണാത്ത പോലെ, മുങ്ങിപ്പോകാൻ പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണവരുണ്ട്. അപ്പോഴും കൈ ഉയർത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട്. 10 ദിവസത്തിന് കൈ ഉയർത്തിയപ്പോഴേ നീ കൈ പിടിച്ച് അല്പവിശ്വാസി എന്ന് വിളിച്ചെങ്കിൽ പോലും അവനെ നീ രക്ഷിച്ചെടുത്തു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് 10 ദിവസത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പായി. ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത്. ഞങ്ങളുടെ വിശ്വാസം ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിൻ്റെ കരുണ ആവശ്യത്തിലേറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, നീ കാണിക്കുന്ന കരുണയോട് നന്ദി പറയുന്നു. കർത്താവ്, രോഗികളെ, പീഡിതർ, പ്രയാസമുള്ളവർ, ഭാരമുള്ളവർ, ഇന്ന് വിവിധ യാത്രയ്ക്കും ജോലിക്കും പോകുന്നവർ, സാമ്പത്തിക ഇടപാടുകൾക്ക് പോകുന്നവർ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും, അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവരും, ഇന്ന ആളിനോട് ഇന്ന കാര്യം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന്, വസ്തു സംബന്ധമായ കാര്യങ്ങൾ, വീട് സംബന്ധമായ കാര്യങ്ങൾ, വാടക സംബന്ധമായ കാര്യങ്ങൾ, ഒറ്റയ്ക്കും പാട്ടത്തിൽ താമസിക്കുന്നവരുടെ ഹൃദയവധം നീ അറിയണമേ കർത്താവ്. അവർക്കെല്ലാം ഒരു അലട്ടമില്ല സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള മാർഗവും വഴി നീ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഒത്തിരി പേര് പണം കൊടുത്തതിന് ശേഷവും പല സ്ഥാപനങ്ങളിൽ പണം ഇട്ട് നിക്ഷേപിച്ചതിന് ശേഷവും പണം തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ പാടില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം കർത്താവ് ചതിപ്രയോഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പണം തിരിച്ചു കിട്ടണം കർത്താവ്. അല്ലെങ്കിൽ അവർക്ക് നിക്കക്കളി, കാണാതെ പോയ വസ്തുക്കൾ, കാണാതെ പോയ വ്യക്തികൾ, കാണാതെ പോയ സമ്പത്ത് എല്ലാം തിരികെ ലഭിക്കണം ഈശോ. അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങ് കൊടുക്കുകയും അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് അവർ സാക്ഷ്യം പറയാൻ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ്. ബാക്കിയുള്ളവരെ കൂടെ നീ സന്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു വിഷയത്തിൻ്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടും. അത് വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണം. ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചു നിലവിളിക്കണേ? കൊച്ചിന് വയറുവേദനയാണ്, കൊച്ചിന് വേറെ വല്ല അസുഖമാണ് എന്നൊന്നും കൊച്ചിന് അറിയത്തില്ല. പക്ഷേ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപ്പൊന്നുമില്ല. അമ്മയ്ക്കറിയാം കൊച്ചിന് ഉറക്കത്തിൻ്റെ സമയമായെന്ന്. അവിടെ പുറക്കണമെങ്കിൽ പാല് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ സത്യം അതാണ്. അപ്പം അമ്മ കൂളാണ്. അതുകൊണ്ട് കാര്യം ഇവിടെ തിരക്കിലാണ് അമ്മ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ കുഞ്ഞിനെ പൊയ്ക്കൊണ്ട് പോകും, പാല് കൊടുക്കും, കുറച്ച് ഉറങ്ങും, ചാപ്റ്റർ ക്ലോസ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം അതിന് സത്യം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക ഉള്ളത്. സത്യം അറിയാനുള്ള മാർഗം എന്താണ്? യേശുക്രിസ്തുവിനെ അറിയുക എന്തിനാണ്? ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അത് അറിയണമെങ്കിലേ, അത് വായിക്കണമെങ്കിലേ സങ്കീർത്തനം 103:7 വായിച്ചേ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. ഇവിടെ എന്താ പ്രശ്നം അറിയാവാ? അതായത് അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും, പ്രവൃത്തികൾ ഇസ്രായേലിനെ വെളിപ്പെടുത്തി. അപ്പോൾ ഈ രണ്ട് കക്ഷികളുടെ അവസ്ഥ നോക്കിയേ. ഒരാൾ സ്ട്രേറ്റ് ഫോർവേഡാണ്, കൂളാണ്. അയാൾ ഇടയ്ക്ക് മലയിലൂടെ കയറി പോകുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും അയക്കില്ല. അത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പം ജനങ്ങളെന്താണ്? ജനങ്ങൾ ഭയങ്കര, ചിലർക്ക് എന്ത് രക്ഷപ്പെടും. ഈ കൊടുത്ത കാളക്കുട്ടിയെ കണ്ടപ്പോൾ ഇതാണ് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ദൈവം എന്ന് പറഞ്ഞ് അവർ അതിനെ ആരാധിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ അവർ ചില സമയത്ത് പറയും, നീ ഞങ്ങൾ ഈജിപ്തിലോട്ട് പറഞ്ഞു വിട്, ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ചും സവാളയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഓർക്കുമ്പോൾ കൊതി കൂർന്ന് ഞങ്ങൾ ചാകും. ചിലപ്പോൾ പറയും ഞങ്ങളെ കൊല്ലാനാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ടാലും യോഹന്നാൻ ഇതൊക്കെ കേട്ടാൽ മോശസ് മൈൻഡ് ചെയ്യത്തില്ല. സംഖ്യ 12:3 വായിച്ച്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ഇതെന്ത് സംഭവം അറിയാവോ? എല്ലാവരും ഇത് പറയാം, പക്ഷേ ഈ സംഖ്യ 12:3 മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. എന്തുകൊണ്ടാണ് സൗമ്യനായത് പുള്ളി? സൗമ്യത എന്ന് പറയണത് ശാന്തതയല്ലേ? ശാന്തതയല്ല, കുറച്ച് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് സൗമ്യത എന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ
ഉണ്ടാകുന്നതാണ് കാത്തിരിക്കുന്ന സ്നേഹം. സഹിക്കുന്ന സ്നേഹം, കാത്തിരിക്കുന്ന സ്നേഹം കൂടി ചേരുമ്പോഴാണ് ക്ഷമ വരണത്. എല്ലാം കോമ്പൗണ്ടാണ് ശരിക്കും പറഞ്ഞത്. അതായത് സഹിക്കുന്ന സ്നേഹം, സൗമ്യതയുടെ കൂടെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞാൽ പ്രത്യാശ. സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ക്ഷമയാവും. അപ്പം അതിൻ്റെ എന്തൊക്കെ ഉണ്ട്? സ്നേഹമുണ്ട്, പിന്നെ എന്താണ്? പ്രത്യാശയുണ്ട്, പിന്നെ എന്താണ്? സഹനമുണ്ട്. അപ്പം സഹിക്കുന്ന സ്നേഹം, സൗമ്യത പ്ലസ് പ്രത്യാശ, ക്ഷമ. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന് പറയുമ്പോൾ എന്താണ്? മോശ നല്ല ശരിക്കും ദൈവസ്നേഹം അനുഭവിച്ചെന്നർത്ഥം. നല്ല ശരിക്കും ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം അനുഭവിക്കാത്ത ഒരാളിന് രക്ഷാകരമായ സൗമ്യത എല്ലാവർക്കും ഉണ്ടായി. പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കും സൗമ്യതയില്ലേ? ഇറച്ചി കഴിക്കുന്ന എല്ലാവരും ചട്ടക്കാരും കൊട്ടക്കാരുമാണ്. പക്ഷെ അതല്ല സുവിശേഷവിഹിതമായ സൗമ്യത, അതല്ല. അത് ആധ്യാത്മികമാണത്. അതായത് ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗമ്യതയാണ്. കാര്യം സത്യമായിക്കറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം എന്താ പറയണത്? ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികൾ ഇപ്പം എന്താണ് ചെയ്യണത്? കൽമഴ പെയ്യണം, പിന്നെ ജോർദാൻ പിളർത്തുന്നു, ചെങ്കട പിളർത്തുന്നു. ഇവരിങ്ങനെ അത്ഭുതങ്ങൾ അടയാളം കാണുന്നുണ്ട്. അടയാളം കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് സൗമ്യതയില്ല. ഇവർ പറയും ഞങ്ങൾ ഈജിപ്തിൽ പോകണം, ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചച്ചട്ടിയെ കാണുമ്പോൾ വിഷമം തരണം, ഞങ്ങൾക്ക് കൊതി ഓർന്നു, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന ഇവിടേക്ക്. ദേ ആർ ഡിസ്റ്റർബ്ഡ്. പക്ഷേ മോസസ് ഡിസ്റ്റർബ്ഡ് അല്ല, മോസസ് സൗമ്യനാണ്. എന്താ കാര്യം? സങ്കീർത്തനം 103:7 എന്താ പറയണമെന്ന് വെച്ചാൽ, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും. അവിടെ വിഷയം സത്യം. സത്യമാണ്. വഴിയെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തികൾ. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വഴികൾ. അപ്പോൾ ദൈവമായ കർത്താവ്, നമ്മൾ ഇതിൻ്റെ കൂടെ നിയമാവർത്തനം 8:3 ചേർത്ത് വായിക്കേണ്ടത്. ഭയങ്കര രസമാണ്. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സത്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കണ്ട, ഇത്രയും വചനം ഇന്റർകണക്റ്റഡ് ആണ് ഇതുമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ എങ്ങനെയാണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ ആരാണ് സ്വതന്ത്രരാക്കിയിരിക്കുന്നത്? മോശയാണ് സ്വതന്ത്രരാക്കിയിരിക്കുന്നത്, അല്ലേ? 8:30 യോഹന്നാന്റെ 8:32 അനുസരിച്ചിട്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ ആരാണ് സ്വതന്ത്രമാക്കിയിരിക്കുന്നത്? മോശസാണ് സ്വതന്ത്രമായിരിക്കുന്നത്. എന്താ കാര്യം? മോശസിനെ കുറിച്ചാണ് പറയണത്. എന്താ പറയണത്? അതായത് മോശ സംഖ്യാപുസ്തകം 12:3 എന്താണ്? ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു. എന്തുകൊണ്ടാണ് കാര്യം? സൗമ്യതയിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? സ്നേഹമുണ്ട്, അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമായ സൗമ്യതയുണ്ട്, പിന്നെ പ്രത്യാശ കലർന്ന ക്ഷമയുണ്ട്. അത്രയും കാര്യം എങ്ങനെയാണ് മോശസിനുണ്ടായത്? മോശസ് സത്യം അറിയാവുന്നതുകൊണ്ടാണ്. സത്യം അറിയേണ്ടത്? സത്യം എന്താണ്? നിയമാവർത്തന പുസ്തകം 8:3 സത്യം കിടക്കുന്നത്. എന്താണ്? അവിടുന്ന് നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് എന്താണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെയായിരുന്നു ഇവരെ. എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആയിരുന്നു ഇവരെ എളിമപ്പെടുത്താൻ. ചാട്ടം കുറക്കണമല്ല, എളിമപ്പെടുത്താനും. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇവന്മാർ പറയണത് ഈജിപ്തിലെ ഇറച്ചി ചട്ടി എന്ന് അവിടുത്തെ അപ്പം എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പം ഇതൊന്നുമല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ജീവിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ്. ആ സത്യം ആർക്കറിയാം? മോശസിനറിയാം. അതുകൊണ്ട് മോശസ് എന്തായി? സ്വതന്ത്രനായി, സൗമ്യനായി. അപ്പോൾ ഒരു വിഷയമെന്ന് പറയണത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഭർത്താവിൻ്റെ കള്ളുകൂടിയായാലും സംശയമായാലും അതുപോലെ തന്നെ നിൻ്റെ മക്കളുടെ ചില സമയത്ത് ചില വ്യത്യാസം കാണിക്കുന്നതും അതുപോലെ തന്നെ പല
നമുക്ക് ഒരിക്കലും നിരക്കാനാവാത്ത പ്രണയബന്ധങ്ങളിൽ പോയി കുരുങ്ങുകയൊക്കെ ചെയ്യും. ചിലർ സ്മോളടിക്കും കുടുംബത്തിന്, ചിലർ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ എല്ലാ ക്ലേശങ്ങളും വരുമ്പോൾ അയ്യോ ഞങ്ങളോട് ദൈവം ഇങ്ങനെ ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കുന്ന ആൾ, അങ്ങനെയല്ല. നിങ്ങൾ അവൻ പറയുന്നത് ചെയ്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. ഈശോ അത് തന്നെയാണ്. യുദാസ് ഒറ്റി കൊടുത്താലും പിതാവിനോട് കൈ കഴുകാലും പിതാവിനോട് പറഞ്ഞത് എന്താ? പിതാവ് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ദാറ്റ് ഈസ് അവർ റോൾ. അതാണ് എൻ്റെ സത്യം. അതാണ്. അപ്പം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളിലും, എല്ലാ ക്ലേശങ്ങളും ആത്മീയ വളർച്ചയ്ക്ക്. ഓക്കെ, ഞാൻ ആൾക്കാരോട് പറയുവേ, ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. ഈ വിഷയത്തെക്കുറിച്ച് സത്യം അറിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടത്തില്ല. ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് അബൌട്ട് ദിസ് യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. നമ്മളുടെ ജീവിതത്തിലേക്കുണ്ട് മക്കളെ, നിങ്ങൾ എപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് സഹനത്തിനും സങ്കടത്തിനും ഒരു സുവിശേഷ സമീപനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണി പവർ, മസിദ് പവർ, മരിയം പവർ. അതുപോലെ തന്നെ സമാന്തരമായിട്ടാണ് സഹനത്തിന്, അതുപോലെ തന്നെ ഒക്കെ എല്ലാം ഒരു സുവിശേഷത്തിൻ്റെ സമീപനമുണ്ട്. ഇവർ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള സഹനങ്ങളിലൂടെ തന്നെയാണ് പോണത്. വളരെ ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് പ്രസവിച്ച കുഞ്ഞിന് റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം. അത് ടൈം ഓഫ് ഡിപ്പോസിറ്റ് നമ്മൾ ടൈം ഓഫ് ഡിപ്പോസിറ്റാണത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് സഹനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങളോട് പറയത്തില്ല. കാരണം നിങ്ങൾ എന്തുമാത്രം ഞാൻ പറയണത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പലരോടും സൈലൻസ് ആക്കി കീപ്പ് ചെയ്യണത്. ഞാനൊരു ബ്ലെസ് ചെയ്ത് ശക്തിപ്പെടുത്തി വിടും, പക്ഷേ ഒന്നും മിണ്ടത്തില്ല. കാര്യം കാലാന്തരത്തിൽ അവർ തന്നെ, കർത്താവ് തന്നെ അവരെ തർജ്ജമ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഫുസ്റ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതാ വഴിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ചില സമയത്ത് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും. കാലാന്തരത്തിൽ അവർ കറക്റ്റ് ചെയ്ത് വരും. പിന്നെ എന്താ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം? റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. ഇപ്പോൾ ഡോക്ടർ വെൻറ്റിലേറ്ററായി ഇപ്പോൾ കൊച്ചു വെൻറ്റിലേറ്ററായെന്ന് എന്നോട് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ പോണത്? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും കർത്താവ് പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങിയെന്ന്. കാര്യം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പ്രാർത്ഥനയായിരിക്കും മുഴുവനും, അല്ലേ? അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാത്ത പാല് പോലുള്ള പ്രാർത്ഥനയാണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥന വെള്ളം ചേർക്കണത്? ഉറങ്ങിയൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുണ്ടല്ലോ, തനി തങ്കമായിരിക്കും അത്. അപ്പോൾ അവിടേക്ക് ഒന്ന് കറയില്ലാത്ത പ്രയർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സഹന സാഹചര്യങ്ങളിൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾ അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അതിജീവന പ്രാർത്ഥനയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് സത്യസന്ധമായ കറക്റ്റ് പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ മാത്രമേ അതിജീവന കാലത്ത് മാത്രമേ കറക്റ്റ് പ്രാർത്ഥന വരത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഒരു 80 കൊല്ലമൊക്കെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും. പക്ഷേ പകുതി മുക്കാലും വെള്ളത്തേക്കാൾ കൂടുതൽ പാലായിരിക്കും, പാലിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും പ്രാർത്ഥനയുടെ മുഴുവനും. അങ്ങനെയൊക്കെ വരാം. പക്ഷേ കറക്റ്റ് പ്രാർത്ഥന വരണത് അതിജീവന കാലത്താണ്. അപ്പോൾ അതിജീവന കാലത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവാണ് ചിലടെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് 916 ആയിരിക്കും മിക്കവാറും പ്രാർത്ഥനയിൽ. ഇവിടേക്കൊന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയാണ്, കൊച്ചു ഡെസ്പറേറ്റീവാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയും, പിന്നെ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഉടനെ ഒന്നും കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് കേട്ടാന്ന് പറയും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തള്ളക്ക് പാല് കൊടുക്കാനുള്ള കൊതി കൊണ്ടിരിക്കുകയാണ്. ഇത്ര 6 കൊല്ലമായിട്ട് കിട്ടിയ കുഞ്ഞാണ്, അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അവളാണെങ്കിൽ ഒരു ശവം പോലെയായി. അപ്പോൾ ആ മനുഷ്യൻ എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഇവിടെ വരും, ഭാര്യയെ ആശുപത്രി കിടത്തിയിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരും, ചേട്ടൻ്റെ മോളുമായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോഴന്ന് 9 മണിക്കാണ് തുറക്കണത്, കോവിഡ് കാലമല്ലേ. സ്റ്റാഫ് 9 മണിക്ക് വരുമ്പോൾ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി തുറക്കും. എന്നിട്ട് അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ 9 മണിക്കാണ് തുറക്കണത്. ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് 7 മണിക്കാണ് രാവിലെ. 7 മണി തൊട്ട് 9 മണി വരെ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ വാതിൽക്ക് നിൽക്കും. അപ്പോൾ ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ വാച്ച്മാന് തോന്നുന്നു. വാച്ച്മാൻ ഇയാളോട് പറയും, ഇവിടെയൊക്കെ അനുവാദം ഇല്ലെങ്കിൽ കുളിക്ക് കൊടുത്തില്ലെങ്കിൽ പുള്ളി പറയും 15 മിനിറ്റ് തരാം, 15 മിനിറ്റ് കയറി മാതാവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണം. നോക്കി, ഒരു 15 മിനിറ്റ് ഒരു ഉടമ്പടി എടുക്കാതെ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയാണ്. ആ 9 തുറന്ന് 9:15 വരെ തുറന്നിട്ട് 15 മിനിറ്റിനുള്ളിൽ പുള്ളിക്കാരൻ കയറി അകത്ത് വന്ന്, ഇപ്പോൾ അന്ന് ഈ അകത്താരും കയറത്തില്ലേ, അത് കാരണം അകത്ത് വന്ന് മാതാവിനെ കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോയി അവർ ചേർത്തലെത്തിയപ്പോൾ തന്നെ ഫോൺ വന്ന്, എന്താണ് ഡോക്ടർ പറഞ്ഞ്
കുഞ്ഞിനെ റെസ്പിറേറ്ററി സിംറ്റംസ് മാറിയിട്ടുണ്ട്, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത് കാര്യത്തിൽ അയാൾക്ക് അറിയത്തില്ല ഇത്രയും സ്പീഡാണ് കാര്യമെന്ന് അറിയത്തില്ലല്ലേ. അയാൾ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടല്ലേ പോന്നിരിക്കണത്. ഇപ്പോഴെങ്കിലും ഈ മാസത്തിലെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് തിരിഞ്ഞ് ചേർത്തല വരെ ചെന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഫോൺ വന്നില്ലേ. അപ്പോൾ ഇയാൾ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇയാൾ പറയുന്നത് ഞാൻ ഇരുന്ന് കാറിലിരുന്ന് വിറക്കിയിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി ഈസിയായിട്ടൊരു കാര്യം പറയും. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ദൈവാനുഭവം കിട്ടിയൊരു മനുഷ്യൻ പിന്നീട് അടുത്ത ശ്വാസത്തിൽ ഈസിയായിട്ടൊരു കാര്യം പറയും. എന്താണ്? പിന്നീട് ഞങ്ങളുടെ മകന് കുഞ്ഞുമാലാക്കിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയും. ഞാൻ വാ പൊളിച്ചു. ഇത്രയും എന്നൊക്കെ പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൻ ഒരു കുഞ്ഞുമാലാക്കിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് പറയുമ്പോൾ അവന് അസുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാര ജ്വലനമൊന്നും അതിനില്ല. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മഹാസങ്കടങ്ങളിലെ ഈ മനുഷ്യന് കിട്ടിയ ആന്തരിക അഭിഷേകമാണ്. കൈയിടിച്ച് കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ അനിത താമരാക്ഷനെ എന്താ പറഞ്ഞു നിർത്തിയത്? അനിത താമരാക്ഷൻ ഇതേ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്താണ്? അവൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിന് തീരുമാനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് അമ്മ ഒരു ലിങ്ക് കൊടുത്തതാണ് അല്ലേ. കൃപാസനത്തിൽ വരാൻ വേണ്ടി നമ്മൾ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കയറിട്ട് കൊടുക്കുകയല്ലേ, അതുപോലെ ആ കയറെ പിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളെന്താ പറയണത്? എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നിയെന്ന്. ആരാണ്? അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ അടൂരത്തെ റോയ് എന്താ പറയണത്? അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് ചെന്ന് പോയി. അത് ലാഘവത്തോടെ അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണല്ലേ. ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ആത്മധൈര്യവും ആന്തരിക അഭിഷേകവും ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ ഉറപ്പിൻ്റെ അടയാളമാണ്. കൈയിടിച്ച് കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. സോ വാട്ട് ഈസ് അവർ പോയിന്റ്? എന്താണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നീ ഒരു ദൈവ വാഗ്ദാനം പ്രാപിച്ച് മാനസിക ആശ്വാസങ്ങൾ പ്രാപിക്കുന്ന വരെയുള്ള നിൻ്റെ സമയം ഇൻ ബിറ്റ്വീനില്ലേ, അവിടെ നീ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത, ആന്തരിക അഭിഷേകം, ആത്മധൈര്യം, അതെല്ലാം ഉടമ്പടി പ്രകാരം നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ദൈവസാന്നിധ്യമായിട്ട് വിവേചിക്കണമെന്നാണ് ഈ പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭൗതിക ആശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന വരെയുള്ള ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ അതിലനുഭവിക്കുന്ന അങ്ങയുടെ ആന്തരിക സാന്നിധ്യത്തെ വിവേചിക്കാനുള്ള ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എഫേസ്യൻസ് 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതായത് വിശുദ്ധർക്ക് ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കേണ്ടത് ഉടമ്പടിയുടെ ഒരു ആത്മീയ അനിവാര്യതയാണ്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ഈ വാഗ്ദാനം പ്രാപിക്കാൻ, അതായത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് അത് അറിയാനുള്ള വിവേചനം വേണം. അത് ഭയങ്കര ഒരു മസ്റ്റാണ് ശരിക്കും. ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്, നോട്ട് ദി ഇഫക്റ്റ് ഓഫ് ദി ഗ്രേസ്. ഗ്രേസിൻ്റെ ഇഫക്ട്സിനേക്കാൾ ഉപരി ബൈ പ്രസൻസ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വാഗ്ദാനം റീഡ് ഇറ്റ് അഗെയിൻ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ്? എഫേസ്യൻസ് 1:18 ഒന്ന് ഏറ്റു പറഞ്ഞ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ്
അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാവോ? ചാലക്കുരിയാക്കാശന് വിപ്രസ്യാമയും മാത്രമല്ല, വിശ്വാസികളെ മുഴുവനും വിശുദ്ധരെന്നാണ് ബൈബിൾ പറയുന്നത്. വിശുദ്ധർക്ക് അവകാശം എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് അവകാശം എന്നാണ് പറഞ്ഞേ. വിശ്വാസികൾക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി, ദ പ്ലെനിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേസ്, മഹത്വത്തിൻ്റെ സമൃദ്ധിയാണ്. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. ഇതൊരു നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച്, ഇടത് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധർക്ക് അവകാശമായി അങ്ങൊരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പൊ ഇത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവ സംസർഗത്തിലൂടെയും ഒക്കെയാണ് ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. ആന്തരിക നേരത്തെ പ്രകാശിച്ചപ്പോൾ ഈ റോയ് എന്താ കണ്ടത്? റോയ് കണ്ടത് ഇതാണ്: ഇനി ഞങ്ങൾക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ തന്നെ അമ്മ കുഞ്ഞിനെ തന്നില്ലേ, ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ ഞങ്ങൾക്കതൊരു ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും മരിക്കാത്ത കൊച്ചിനെ ഞങ്ങൾ കൈ വെച്ച് തരും. അതാണ് വിശുദ്ധർക്ക് അവകാശമായി. ഒന്ന് വായിച്ചേ. വിശുദ്ധർക്ക് അവകാശമായി വിശ്വാസികൾക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ റോയ് അത് പറയുന്നുണ്ട്. കാര്യം എനിക്ക് അയാൾ പറയണത് എന്താണ്? ഒരു വ്യത്യാസമില്ല, സന്തോഷത്തോടെ പറയുകയാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി അവൻ ഈശോൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ലേ. അപ്പം അങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മരിക്കാത്ത കുഞ്ഞിനെ ദൈവം തരും. അതെന്താണ്? വിശ്വാസികൾക്ക് അവകാശമായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിന് സമൃദ്ധി കൈയിട്ടിച്ച് കർത്താവ് Corinthians 12:9 പറയണത് യുവർ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. അതാണ് പറയണത്. ഇങ്ങനെയുള്ള സകല കാലഘട്ടങ്ങളിൽ വാട്ട് വി നീഡ് ആക്ച്വലി ദ ഗ്രേസ് ഓഫ് ഗോഡ്. അത് ഗ്രേസ് എങ്ങനെ വന്നതാണ്? ഈ ഗ്രേസ് എങ്ങനെ വന്നതാണ്? അവൻ്റെ പീഡാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പ്രസാദമായി ലഭിച്ചതാണ്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അപ്പോൾ എന്താണ് പ്രസാദം? അപ്പൻ്റെ പ്രസാദം എങ്ങനെ വന്നതാണ്? ഈ ദാസൻ മരണത്തോളം തന്നെ താഴ്ത്തിയപ്പോഴുണ്ടായ അപ്പൻ്റെ പ്രസാദമാണ് ദ പവർ ഓഫ് ഗോഡ്, സോ കോൾഡ് ഗ്രേസ്. കൈയിടിച്ച് കർത്താവിന്റെ പരമദിവ്യകാരുണ്യത്തിന് മഹത്വത്തെ റോയ്ക്ക് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? മഹത്വത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവന് അതിൻ്റെ ആവിയും, കുഞ്ഞു മരിച്ചതിൻ്റെ ആവിയും പൊള്ളലും അനുഭവിക്കാതെ വന്നത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ എന്തുമാത്രം വാഗ്ദാനങ്ങളാണല്ലോ. ഇപ്പോൾ റോയി അഗ്നിയിലൂടെ നടക്കുകയാണ് അല്ലേ? FS നമ്മുടെ Isaiah 43:2 നടക്കുകയാണ്. എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും. പറഞ്ഞേ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അപ്പോൾ കല്യാണം കഴിച്ച 6 കൊല്ലമായിട്ട് അവസാനം കൊച്ചിനെ കിട്ടുന്ന കൊച്ചു മരിക്കണവരെയും മരിച്ചു കഴിഞ്ഞും ഇവനെന്താ ചെയ്യണത്? അവൻ ഈ തീയിലൂടെ യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗ്നി അവനെ വിഴുങ്ങണില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് പോലും അതിൻ്റെ ആവിയും പുകയും അവൻ അനുഭവിക്കാത്ത ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിക്ക് കിട്ടിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിലെ കളകളഞ്ഞാണെന്ന് നീ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് ഈ അഭിഷേകം നിന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ആന്തരിക അഭിഷേകത്തെ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുലോ നിസ്സാരമാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയെ തൊട്ടറിയാൻ കർത്താവേ ഞങ്ങളിലേക്കും ആന്തരിക അഭിഷേകം ചൊരിയണം.
യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമർ 8:18 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ആരാധന, ആരാധന. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നിത്യതയെക്കുറിച്ച് പറയുന്ന വചനമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹത്വം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഹത്വം മുൻകൂറായിട്ട് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചതാണ്. അവന് കൊടുക്കാൻ പോകുന്ന മഹത്വത്തെ ദൈവം അവന് മുൻകൂർ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന് സങ്കടമില്ലാതെ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ റോയുടെ ആന്തരിക നേത്രങ്ങളെ കർത്താവ്, അത് എഫേസ്യസ് 1:18. എന്താ എഫേസ്യസ് 1:18? ഈ എഫേസ്യസ് 1:18 റോമ 8:18 കണക്ട് ചെയ്യേണ്ടതാണ്. എഫേസ്യസ് 1:18 എന്താണ്? നമുക്ക് എഫേസ്യസ് 1:18 വായിച്ചോളൂ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. എന്താ പ്രശ്നത്തെ? വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മഹത്വം. അത് വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ വാഗ്ദാനങ്ങൾ ഒന്ന് മഹത്വമായിട്ട് വരും. ഈ മഹത്വം പലതരത്തിലും ഈ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാവും, ദൈവമഹത്വം വെളിവാകും. ഈ ബൈബിളിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അടയാളങ്ങളെല്ലാം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, കുട്ടികളുണ്ടായി, അല്ലെ ജോലി കിട്ടി, അല്ലേ, അതുപോലെ തന്നെ സ്ഥലം വിറ്റു, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ അടയാളങ്ങളെയും മരിയം പെർസ്പെക്റ്റീവിൽ ഈ അടയാളങ്ങളെ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വം വെളിവാക്കുന്നതിൻ്റെ മധ്യസ്ഥം മറിയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം കഴിയുമ്പോൾ യേശു ക്രിസ്തു അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ അടയാളം കാണിച്ചത് കാനായിൽ വെച്ചാണെന്ന് പറയാൻ കാരണം അതാണ്. മഹത്വവും അടയാളവും തമ്മിൽ അടയാളമുണ്ട്, അത് ദൈവമഹത്വമാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെല്ലാം ദൈവമഹത്വത്തിന്റെ അടയാളമാണ്. റീഡ് ഇറ്റ്, ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 2:11 വായിച്ചോളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. യോഹന്നാൻ 2:11 എന്താ പറയണത്? യേശു തൻ്റെ മഹത്വം വെളിവാക്കാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം. അടയാളങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പോഴും അടയാളങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അടയാളങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അടയാളം, ദൈവം, ഈ മഹത്വം, ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തുമ്പോഴാണ് ആന്തരിക അഭിഷേകം ഉണ്ടാകണത്. പ്രീഡിയ ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവൻ പറഞ്ഞത് എന്താണ് ഭാര്യയോട്? നമ്മൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ കുഞ്ഞിനെ തരുമെന്ന് അടയാളം കാണിച്ചില്ലേ? അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് അവനെ തിരിച്ചു പോയെങ്കിലും അത് അടയാളമാണ്. എന്താണ്? അമ്മ നമുക്കിനി കുഞ്ഞിനെ തരുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കും. അപ്പോൾ അവളുടെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കും. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താ പറയുക? പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. ക്രിസ്തലാണ്. ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ അടയാളങ്ങൾ നേരത്തെ, അതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ ചെയ്തപ്പോൾ ഡോക്ടറിനോട് ഈ റോയി ദൈവത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒന്ന് തിരിച്ച് വാങ്ങിച്ച കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. ഓരോ വിശ്വാസികളാണ്, നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തോട്. ഇവള് 10 മാസം അതിനെ ചുമന്ന് അതിൻ്റെ പുറകെ നടന്നതല്ലേ.
ഞാനും കുറേ പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ നിന്നല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. വേറെയാണ് കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞത് ഞങ്ങളൊക്കെ നീ വാങ്ങിച്ച കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അവനൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവൻ്റെ വെയിറ്റ്, അവൻ്റെ മുടിയുടെ ചുരുളൻ നിറം, അതുപോലെ തന്നെ അവൻ്റെ അലർജികൾ നിലവാരം എല്ലാം ആദ്യത്തെ കുഞ്ഞിനെ തന്നെയാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നിന്നെ ദൈവത്തിന് ഏത് വിധേനയും സഹായിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഏത് വിധേനയും. ഇപ്പോൾ അനിതയുടെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അനിതയ്ക്ക് സംഭവിക്കുന്നത് എന്താ? അനിതയ്ക്ക് സംഭവിക്കുന്നത് ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനിതയുടെ പഴയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ട്, ആ സ്റ്റോറി ഭയങ്കര രസമാണ്. അനിതയുടെ ലൈഫിലേക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഇനി ഉടമ്പടി ഇനിയിപ്പോൾ അപ്പോൾ അവൾക്ക് വന്ന മാറ്റം എന്താണ്? അവൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ മകളായി, ആ കുടുംബത്തോളം ദൈവത്തിൻ്റെ മകളായി. അത് രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസമൊക്കെ ഈ ബ്രെയിനൊക്കെ ഡാമേജായി ഓർമ്മയില്ലാതൊക്കെ കിടക്കുന്ന ഭർത്താവില്ലേ, അയാൾ ആദ്യമൊക്കെ അയാളുടെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാളും ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന അവരുടെ വിശ്വാസത്തിനല്ലല്ലോ അത്. അപ്പോൾ ആ ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന ഒരു രീതിയെ കണ്ടിട്ട് അയാൾക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അയാളെ കിടന്നുണ്ട്. ചില പറഞ്ഞ ഇവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ അമ്മയും മക്കളും കൂടിയിരുന്നാണ് പ്രാർത്ഥിക്കണതേ. മറ്റയാൾ കട്ടിലെ തളർന്ന് അവശനായി കിടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഈ കുടുംബം കരകയറാൻ വേണ്ടി തൻ്റെ ഭാര്യയും മക്കളും കൂടി ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ അയാൾ നോക്കി ചിരിക്കും. കളിയാക്കി ചിരിക്കണമല്ല, നിസ്സഹായതയിലുള്ള ചിരിയാണ്. നിങ്ങളത് അനുഭവത്തിലൂടെ പോയാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. 3 ദിവസം അങ്ങനെ ഒരു അഭിഷേകം പൊട്ടി കിട്ടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനുള്ള. ഓർമ്മയില്ലാതെ മലവൊക്കെ പോണ ഒരാളാണ്, നിങ്ങൾ ഓർക്കണം. ആ മനുഷ്യൻ അവിടെ കിടന്ന് ആ കുരിശിൽ കിടന്ന് ആ മനുഷ്യൻ ചെല്ലിക്കണം പ്രാർത്ഥന. എല്ലാ ഓർമ്മയും ആരോഗ്യവും ഉള്ളവൻ ഉടമ്പടി എടുത്തിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മറന്നു പോയാൽ അവനെ ദൈവം എന്തെന്ന് വിളിക്കേണ്ടി വരും. ഇത് കേൾക്കണം നിങ്ങൾ. ഈ മനുഷ്യന് ഓർമ്മയില്ലായിരുന്നിട്ട് അദ്ദേഹം ഇവിടെ കണ്ടിട്ടില്ല, എന്താണെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് തൊടാനുള്ള അവസാനത്തെ ഒരു പിടിവള്ളി പോലെ എൻ്റെ മക്കളും ഭാര്യയും കൂടി ഇരുന്ന് ചെല്ലണം ഈ പ്രാർത്ഥന. ആ മനുഷ്യൻ കിടന്നുകൊണ്ട് ചെല്ലുകയാണ്. ചെല്ലി ഒരാഴ്ച കൂടി 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ അനിത തൻ്റെ കൂടെ 10ാം ക്ലാസ്, ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചാണ്. പിന്നെ പൈസ ഇല്ലാതെ കൊണ്ട് പഠിച്ചില്ല. പക്ഷെ അവൾ ബ്രില്യൻ്റ് ആണെന്നുള്ളത് അവളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടേ, അയാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ എവിടെ ജോലിയുള്ളതാണ്, ബാങ്കിൽ ജോലിക്കാരനാണ്. അപ്പോൾ അനിതയെ കണ്ട പഴയ കൂട്ടുകാരത്തെ കണ്ട പറഞ്ഞ്, എടി അനിതേ, ഞാനിപ്പോൾ എനിക്ക് ഒരു പോളിസി തരാം കേട്ടാ, നീ ഒരു ഡിപ്പോസിറ്റ് തരാമെന്ന് പറയും. ആരോടാ പറയണത്? പാത്രം മേടിക്കാൻ കാശില്ലാത്ത, തിന്നണ പാത്രം മേടിക്കാൻ പറ്റാത്ത ഒരാളിനോട് പറയണേ അയാൾക്ക് ഒരു ഡിപ്പോസിറ്റ് കൊടുക്കാൻ. അപ്പോൾ ഉടനെ അനിത പറയും, അനിത തൻ്റെ ഇടവൊന്നും ആരോടും പറയാത്ത ഒരാളാണ്, അതാണ് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞ്, എടാ എനിക്കിപ്പോൾ അതിനുള്ള പരുവൊന്നുമില്ല എന്ന് പറയും. അതൊന്നും പറഞ്ഞ കാര്യം, നിൻ്റെ ഫോൺ നമ്പർ എടുത്ത് തരാൻ പറഞ്ഞു. പരുവം ഉണ്ടായില്ലെന്ന് വീട്ടിൽ വരുമ്പോൾ നോക്കാമെന്ന് പറയും. ഇവന് ഈ അധികാരമുണ്ടല്ലോ, അവർക്ക് പരസ്പരം പഠിച്ചവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അധികാരമായിരിക്കുമല്ലോ. എത്ര ഉയർന്നു പോയാലും താന്നു പോയാലും ഒരു ബന്ധമുണ്ടാകും. അപ്പോൾ അത് അവനുടനെ കഴിഞ്ഞ അടുത്ത ആഴ്ച തിരക്കി വരും പോളിസി മേടിക്കാൻ വേണ്ടി. ഇവിടുന്ന് ആ ഡിപ്പോസിറ്റ് മേടിക്കാൻ വേണ്ടി തിരക്കി വരും. എന്നിട്ട് വിളിക്കും, അടുത്ത് വന്ന് എവിടെയോ ഒന്ന് വിളിച്ചിരിക്കും, നിൻ്റെ വീട് എവിടെയാണ്, ഞാൻ ഇവിടെ വരെ എത്തിയണമെന്ന് പറയും. അങ്ങനെ അവൻ ഇവളുടെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴാണ് ഈ കോലം കണ്ടിട്ട് അവൻ യഥാർത്ഥത്തിൽ കരഞ്ഞു പോകും. അത്രക്കും കാര്യം അവനതൊന്നും പ്രതീക്ഷിച്ചില്ലല്ല. പിന്നെ ഇപ്പോൾ ഈ അവസ്ഥ കണ്ടില്ലേ, പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റണമെന്ന് നോക്കിയിട്ട് അവനുടനെ ഒരു ക്ലീനിങ് ജോലി ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇത് 2 മണിക്കൂർ ഓരോ വീടുകളിൽ പോയി ക്ലീൻ ചെയ്യണം. അതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവൾ പറയുന്നൊരു വാക്കുണ്ട്, അവിടെ എല്ലാം അവനെ കൊണ്ടുവന്ന മാതാവാണ്. അതാണ് വിഷയം. എൻ്റെ ക്ലാസ്മേറ്റ് വന്നതല്ല പറയണത്, ക്ലാസ്മേറ്റിലൂടെ വന്നതാരാണ്? മാതാവാണ്. കാര്യം എന്താണ്? അവനെനിക്ക് കാണിച്ചു തന്ന വീടെല്ലാം ഈശോൻ്റെ വീടാണ് നിന്ന്. എന്നിട്ട് അവിടെ ഈശോനെ അക്ഷരാർത്ഥത്തിൽ ഈശോനെ ജീവിക്കുന്ന വീടാണ്. ഇപ്പോൾ അവിടെ ഒരു മാമിനെക്കുറിച്ച് പറയും. ഇപ്പോൾ മാമൻ ഇവളേക്കാൾ പ്രായം കുറഞ്ഞതാണെങ്കിലും ഇവളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ വിശേഷമൊക്കെ തിരക്കും. ഇവളൊന്നും പറയത്തില്ല, ഇങ്ങനെ വിട്ട് പറയണ ആളല്ല. പക്ഷേ മകൾ വന്ന് വീട്ടിൽ, നീ എൻ്റെ മകളെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പറയും, മകളെ ഫീസ് അടക്കാൻ പറ്റാതെ വന്ന് വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറയും. അപ്പോൾ മാം പിന്നെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കും. അവൾക്ക് 1,70,000 രൂപ വേണം. 1,70,000 രൂപ വേണം അവളുടെ ഫീസ് അടക്കണമെങ്കിൽ.
അതുടനെ പറഞ്ഞാൽ അവളോട് ഇങ്ങനെ പറ, അവളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് മാമി 7,70,000 രൂപ പെട്ടെന്ന് കൊടുക്കും. അപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞത്, ഇവരൊക്കെ നേരത്തെ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലേ, മാതാവ് ലിങ്ക് ചെയ്യണ കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയാണ്. നിങ്ങളിവിടെ മാമിൻ്റെ വായിട്ട് നോക്കിയിരിക്കരുത്, മാതാവ് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അമ്മ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യണമെന്ന് നോക്കി. ഒരു ഉടമ്പടിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച ഇവർ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് ഇവൻ തിരിച്ചു വരും. അവിടെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ, ഇങ്ങനെ പ്രളയം കയറി വീടെല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവ് വണ്ടി ഇടിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ കിടക്കുന്നത്. അവിടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. പണ്ട് 10ാം ക്ലാസ് പഠിച്ച പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് വരും. അവരൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് പലരും. ഒത്തിരി പേര് നല്ല വരുമാനമുള്ളവരാണ്. അവരെങ്ങനെ വരുന്നത്, അവരിവളുടെ വീട് 3 മുറിയും വാരവും സിറ്റൗട്ടും എല്ലാം ഉള്ളൊരു മുറിയുടെ സ്കെച്ച് എൻജിനീയറിനെ കൊണ്ട് വരപ്പിച്ചുകൊണ്ട് വരികയാണ്. പറഞ്ഞിട്ട് ഇതാണ് നിൻ്റെ വീടെന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തറക്കല്ലിട്ട് കൊടുത്തിട്ട് വീട് പകുതി മുക്കാലും കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ ആൾക്കാർ, അതായത് ഉടമ്പടിയുടെ സഞ്ചാരം ഇങ്ങനെ പോണതെങ്ങനെ, ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനകോടികൾ അഭിഷേകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. വ്യക്തികളെല്ലാം നവീകരിക്കും. കാര്യം എന്താണ്, ഇത് സഞ്ചാരി മാതാവാണ്. മാതാവ് കൂടെ വന്നിട്ട് നിന്നെ രക്ഷിക്കാനുള്ള മാർഗം, നിൻ്റെ ആ പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളിൽ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. എല്ലാവരെയും പഠിച്ചു. ഇതൊക്കെ പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നിങ്ങൾ കമ്മിറ്റ് ആകാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ പലരും ഉണ്ട ഒരു വിഷയം, നിങ്ങൾക്ക് ദൈവത്തെ, ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഈ അനിതയൊക്കെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നത്, ആദ്യമാണ് ഈ ഈശോനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു വിഷയം പണ്ടേ പരിചയപ്പെട്ടതാണ് നിങ്ങളുടെ ദുരന്തം. നിങ്ങൾക്കെല്ലാം ഉള്ളൊരു കുഴപ്പം പണ്ടേ പരിചയപ്പെട്ടതാണ്. അന്ന് തന്നെ ഈ നാട്ടുകാർ പറഞ്ഞ മണവാഞ്ചം പരത്തിൽ ഓരോ കാര്യം കൈകാര്യം ചെയ്ത് കുളമായി. ഇന്ന് സത്യസന്ധമായ കാര്യങ്ങൾ കേട്ടാലും അത് പഴയതുപോലെ കണ്ടിട്ട് ഒരു 10 ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തില്ല. അങ്ങനെയൊക്കെ തിരിച്ച് ഇരന്ന് പണി മേടിച്ചിട്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് യേശുവിനെ പരിചയപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന ഒരു ആക്രാന്തങ്ങളില്ലേ, ആധ്യാത്മിക ആക്രാന്തം, ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും, അതുപോലെ നിങ്ങൾ റീസെറ്റ് ചെയ്യണം. എന്നിട്ട് അനേക ആയിരങ്ങളെ ഇതിനകം രക്ഷപ്പെടുത്തി ആത്മഹത്യ എന്നപോലെ വീണ്ടെടുത്ത ആ ഉടമ്പടിയിൽ സഞ്ചരിക്കുന്ന മാതാവും, അത് ഓരോരുത്തർ അനിത എന്താ പറയണത്, അനിത പറഞ്ഞത്, എനിക്കെങ്ങനെ മനസ്സിലായത് വെച്ചാൽ, ഞാൻ ഇവനെ കാണുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുകാരനെ കാണുന്നതിന് മുമ്പ് മാതാവിനെ കണ്ടു എന്നാണ് പറയണത്. അത് ഇവർ രണ്ടും പറയുന്നുണ്ട്. റോയിയുടെ വൈഫും പറയുന്നുണ്ട്, അനിതയും പറയുന്നുണ്ട്, മാതാവിനെ കണ്ടു. അതാണ് നമ്മൾ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്. ഒരു നിമിഷം അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. ഒരുത്തർ തിരിതെളിക്കുമ്പോഴാണ് അമ്മയുടെ സാന്നിധ്യം വന്ന് പോയത്. അപ്പോൾ ഈ സാന്നിധ്യമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു വിഷയം. അത് അച്ഛൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയെടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ആവശ്യം പോലെ തന്നെ നിങ്ങൾ ദൈവത്തിരുസന്നിധി സമർപ്പിക്കേണ്ട വിഷയമാണ്. അമ്മേ, എനിക്ക് അമ്മയെ തൊടണം, അമ്മയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സുവിശേഷ വിഹിതമായ ജീവിത വിശുദ്ധിയിലൂടെ ഉടമ്പടി ഇഹത്തിലും പരത്തിലും മഹത്വം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ സംവിധാനമാണെന്നുള്ള ആ ഒരു ബോധത്തിൽ, അതിലേക്ക് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കണം എന്നുള്ള വളരെ വലിയ ഒരു അറിവിൽ നിങ്ങൾ വിജയിച്ച് അതിൽ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി നിറവേറ്റി നിങ്ങൾ ദൈവത്തെ പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ.